അപ്പോൾ ഫസ്റ്റ് ഡയഗ്രം ടൈപ്പ് ചോദ്യമാണ് വരുന്നത്. നോക്കിയേ, റെക്കഗ്നൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് മാച്ചിങ്. ഇതാ ഇവിടെയാണെങ്കിൽ എ കൊടുത്തിട്ടുണ്ട്, ബി കൊടുത്തിട്ടുണ്ട്, സി കൊടുത്തിട്ടുണ്ട്, ഡി കൊടുത്തിട്ടുണ്ട്. ഇതിൽ എയും ബിയും സിയും ഡിയും എന്തൊക്കെയാണെന്ന് പറയണം. എ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്ട് G1 ഫേസിൽ നിന്നും സെല്ല് സസ്പെൻഡ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി സെൽ സൈക്കിൾ സസ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഫേസിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ദിസ് ഈസ് കോൾഡ് G0 ഫേസ്. അപ്പോൾ എ നമുക്ക് ഓൾറെഡി കിട്ടി, എന്താണ്? G0 ഫേസ്. G0 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കണം. എന്താണ്ട് G1, AM, G0. ഡിയിൽ മാത്രമേ G0 എന്ന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, വേറെ ഒന്നും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണ്ട. ഒറ്റ ഒരു ഓപ്ഷൻ എ കണ്ടുപിടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടി. ബാക്കി നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നതുകൊണ്ട് ബാക്കിയോടെ നമുക്ക് നോക്കാം. ബി ഏതാണ്? G1 നല്ലേ സെൽ എസ്കേപ്പ് ആവുന്നത്, അപ്പോൾ ബി G1 ഫേസ് ആണ് അല്ലേ മക്കളെ? സി എന്ന് പറയുന്നത് G1 കഴിഞ്ഞിട്ട് നേരെ അടുത്ത വരുന്ന ഫേസ് ഏതാ? എസ് ഫേസ് ആണ്. ഡി ഏതാണ്? G2 ഫേസ് ആണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി G0, G1, എസ്, G2. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, 4 phases ഓഫ് സെൽ സൈക്കിൾ ആർ. സെൽ സൈക്കിളിൻ്റെ 4 ഫേസുകൾ ആരോ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കണം പറയേണ്ടത്. പറഞ്ഞോളൂ, 4 phases ഓഫ് സെൽ സൈക്കിൾ ഏതാണ്? ഒന്ന് ഇന്റർഫേസും എസ് ഫേസും ആണ്, ഇന്റർഫേസും എം ഫേസും ആണ്. ഇന്റർഫേസിനെ നമുക്ക് വീണ്ടും 3 തിരിക്കാം. ഏതൊക്കെയാ? G1, എസ്, G2, അത് കഴിഞ്ഞാൽ നേരെ എം. ഇങ്ങനെ വരുന്ന ഓർഡർ ഏതാ ഇവിടെ? G1, എസ്, G2, എം. ഇതാ ഇവിടെയുണ്ട്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫേസ് കറസ്പോണ്ട്സ് ടു ദ ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനിഷിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ? ഒന്നുകൂടെ നമുക്ക് നേരത്തെ എഴുതിയ സീക്വൻസ് എഴുതാം. G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്, എം ഫേസ്. വീണ്ടും ഇവിടുന്ന് അടുത്ത വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും, എമ്മിലോട്ട് തന്നെ തിരിച്ചു വരും, വീണ്ടും G1 തിരിച്ചു പോകും. ശരിയല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൈറ്റോസിസിനും DNA റെപ്ലിക്കേഷനും ഇടയ്ക്കുള്ള ഫേസ് ഏതാണ്? ഇതല്ലേ വിച്ച് ഫേസ് കറസ്പോണ്ട്സ് ടു ദ ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനിഷിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. മൈറ്റോസിസ് ആൻഡ് ഇനിഷിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ ഏതാ? G1 അഥവാ ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് ആണ്. G1 അഥവാ ഫസ്റ്റ് ഗ്യാപ്പ് 1 അല്ലെങ്കിൽ G1 ഫേസ്. ഓക്കെ, അടുത്തത് G1, എസ്, G2 ആർ സ്റ്റേജസ് ഓഫ്. G1, എസ്, G2 എന്നിവ എന്തിൻ്റെ സ്റ്റേജുകളാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റർഫേസിൻ്റെ സ്റ്റേജുകളാണ്. ഏതൊക്കെ? G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്. ഇത് മൂന്നും ആരുടെ സ്റ്റേജുകളാണ്? ഇൻ്റർഫേസിൻ്റെ സ്റ്റേജുകളാണ്. ഇൻ്റർഫേസ്. ഓക്കെ, അടുത്ത ചോദ്യം, ഫേസ് ഓഫ് സെൽ സൈക്കിൾ വെൻ DNA പോളിമറൈസ് ഈസ് ആക്റ്റീവ്. DNA പോളിമറൈസ് ആക്റ്റീവ് ആകുന്ന ഫേസ് ഏതാണ്? നിങ്ങൾ ഓൾറെഡി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. DNA പോളിമറൈസിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? DNA റെപ്ലിക്കേഷൻ. DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഫംഗ്ഷൻ DNA റെപ്ലിക്കേഷൻ ആണ്. അത് ആക്റ്റീവ് ആവുന്നത് എപ്പോഴായിരിക്കും? DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സ്റ്റേജിൽ വെച്ചായിരിക്കും. അപ്പോൾ ഇൻ്റർഫേസിൻ്റെ ഏത് സബ് സ്റ്റേജിൽ വെച്ചാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്? എസ് ഫേസിൽ വെച്ച് അഥവാ സിന്തസിസ് ഫേസിൽ വെച്ച്. DNA സിന്തസിസ് നടക്കുന്നതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? എസ് ഫേസ് അഥവാ സിന്തസിസ് ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എസ് ഫേസ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻ എസ് ഫേസ് ദ എമൗണ്ട് ഓഫ് DNA. എസ് ഫേസിൽ എമൗണ്ട് ഓഫ് DNAക്ക് എന്ത് സംഭവിക്കും? ഇൻ എസ് ഫേസ് ദ എമൗണ്ട് ഓഫ് DNA നോക്ക്, ആസ് വെൽ ആസ് നമ്പർ ഓഫ് ക്രോമസോം ഡബിൾസ് ഇൻ ഈച്ച് സെൽ. നോക്ക്, എമൗണ്ട് ഓഫ് DNAയും നമ്പർ ഓഫ് ക്രോമസോമും ഡബിൾ ചെയ്യും. തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത്, ഡബിൾ ബട്ട് എമൗണ്ട് ഓഫ് DNA ഡബിൾസ്. ചേർത്ത് വായിക്കണം. ഇൻ എസ് ഫേസ് ദ എമൗണ്ട് ഓഫ് DNA ഡബിൾസ് ബട്ട് നമ്പർ ഓഫ് ക്രോമസോം റിമെയിൻ സെയിം ഇൻ ഈച്ച് സെൽ. അതാണ് ശരി അല്ലേ? DNAയിലെ ഓരോ സെല്ലിലെയും DNAയുടെ കണ്ടന്റ് എന്താവും? ഇരട്ടിയാവും. DNA ഡബിൾ ആവും. പക്ഷെ ക്രോമസോം സെയിം ആയിരിക്കില്ലേ മക്കളെ? ക്രോമസോം നമ്പർ എന്തായിരിക്കും അപ്പോഴും? ക്രോമസോം നമ്പർ ബിക്കം സെയിം. ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. താഴോട്ട് വായിച്ചു നോക്കാം. ആൻഡ് നമ്പർ ഓഫ് ക്രോമസോം റിമെയിൻ അൺചേഞ്ച്ഡ്. തെറ്റാണ്. റിമെയിൻ സെയിം ഇൻ ഈച്ച് സെൽ ബട്ട് റിമെയിൻ സെയിം. ദ എമൗണ്ട് ഓഫ് DNA റിമെയിൻ സെയിം എന്നാണ് ഇവിടെ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? DNA കണ്ടന്റ് ബിക്കം ഡബിൾ ഡ്യൂറിങ് G1 ഫേസ്. തെറ്റ്. DNA കണ്ടന്റ് ഡബിൾ ആവുന്നത് എപ്പോഴാണ്? എസ് ഫേസിലാണ്. ഡ്യൂറേഷൻ ഓഫ് ഇന്റർഫേസ് ഈസ് ഷോർട്ട് ആസ് കമ്പയർഡ് ടു എം ഫേസ്. എം ഫേസിനെ അപേക്ഷിച്ച് ഇന്റർഫേസ് ചെറുതാണ്. തെറ്റാണ് മക്കളെ. കാര്യം 95% ഇന്റർഫേസും വെറും 5% മാത്രമാണ് എം ഫേസ് അല്ലേ? അടുത്തത്, G2 ഫേസ് ഫോളോസ് മൈറ്റോട്ടിക് ഫേസ്. ശരിയാ?
G2 കഴിഞ്ഞാൽ അടുത്ത് എന്താണ് നടക്കുന്നത്? എം ഫേസ് അഥവാ മൈറ്റോട്ടിക് ഫേസ് ആണ്. അപ്പോൾ സി ശരിയാണ്. DNA replication occurs. സോറി തെറ്റാണ്. കാര്യം എന്താ? G2 phase is followed by എന്നല്ല എഴുതിയിരിക്കുന്നത്. G2 phase follows mitotic phase എന്നാ. മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞിട്ടാണ് G2 phase വരുന്നതെന്നാ. തെറ്റാണ്. കാരണം എന്താ? G2 phase follows mitotic phase അല്ല. G2 phase is followed by mitotic phase. അങ്ങനെ വേണം എഴുതാൻ. ഫോളോസ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറഞ്ഞാൽ മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞിട്ട് G2 phase വരുമെന്ന്. അല്ല, മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞ് G1 phase ആ വരുന്നത് അല്ലേ? DNA replication occurs in S phase. അത് ശരിയാണ്. എസ് ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് ഓഫ് ദ സെൽ ഇൻ വിച്ച് ആക്റ്റീവ് സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ ടേക്സ് പ്ലേസ്. പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്നറിയപ്പെടുന്ന ഫേസ് ഏതാ മക്കളെ? മൈറ്റോസിസ് കഴിഞ്ഞ് വരുന്ന ഫേസ് ഏതാ? പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് നമ്മൾ ലെക്ചറിൽ പഠിച്ചതാണ്. ഏതാ? G1 ഫേസ് ആണ്. ദാറ്റ് ഈസ് G1 ഫേസ് ആണ്. മൈറ്റോസ് കഴിഞ്ഞ് നേരെ നടക്കുന്ന ഫേസ്. എം ഫേസ് കഴിഞ്ഞാൽ നേരെ G1 കഴിഞ്ഞാൽ നേരെ എസ് കഴിഞ്ഞാൽ നേരെ G2 കഴിഞ്ഞാൽ വീണ്ടും നേരെ എം, പിന്നെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. അത് ആ സെൽ സൈക്കിൾ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ പ്രോപ്പർ സീക്വൻസ് ഇൻ മൈറ്റോസിസ്? മൈറ്റോസിലെ പ്രോപ്പർ സീക്വൻസ്, അതായത് കാരിയോകൈനേസിന്റെ 4 സബ്സ്റ്റേജുകളുടെ പ്രോപ്പർ സീക്വൻസ് ഏതാ മക്കളെ? ആദ്യം പ്രോഫേസ്, രണ്ടാമത് മെറ്റാഫേസ്, മൂന്നാമത് അനാഫേസ്, നാലാമത് ടീലോഫേസ്. നമ്മൾ അന്നൊരു കോഡ് പഠിച്ചു, PMAT അല്ലേ? എന്താ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. എവിടെ ഉണ്ട്? ഓപ്ഷൻ ബിയിലേക്ക് നോക്കിയേ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following proteinaceous components of the cell cytoplasm helps in the initiation of assembly of mitotic spindle? Mitotic spindle ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രോട്ടീനേഷ്യസ് കമ്പോണന്റ് ഏതാണ്? ആരാ? സ്പിൻഡിൽ ഫൈബർ ആയിട്ട് മാറുന്ന ആരാ? മൈക്രോട്യൂബ്യൂൾസ് ആണ്. മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുന്ന പ്രോട്ടീനേഷ്യസ് കമ്പോണന്റ് ആണ് ആരായിട്ട് മാറുന്നത്? മൈറ്റോട്ടിക് സ്പിൻഡിലായിട്ട് മാറുന്നത്. അപ്പോൾ മൈക്രോട്യൂബ്യൂൾസ് ആണ് ആൻസർ. സെൻട്രോമിയർ അല്ല, മൈക്രോബോഡീസ് അല്ല, കൈനറ്റോകോർ അല്ല. കാര്യം സെൻട്രോമിയറും കൈനറ്റോകോറും ഒക്കെ ആരുടെ പാർട്ടാ? ക്രോമസോമിന്റെ പാർട്ടാ, മൈക്രോബോഡീസ് അല്ല. ഓക്കെ, അടുത്തത്. ദ സെൻട്രിയോൾ ബിഗിൻസ് ടു മൂവ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ ഇൻ. സെൻട്രിയോളുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, അത് എസ് ഫേസിലാണ് അല്ലേ? സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്. എസ് ഫേസ്. എന്നാൽ മൂവ്മെന്റ് ഓഫ് സെൻട്രിയോൾ മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ. ഇത് മാറിപ്പോവും, പലർക്കും മാറിപ്പോവും. സെൻട്രിയോൾ മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ. ഏതാ മക്കളെ? പ്രോഫേസിലാണ്. എവിടെയാണ്? പ്രോഫേസ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ലേറ്റ് പ്രോഫേസിലാണ്. പ്രോഫേസ്, ദാറ്റ് ഈസ് ലേറ്റ് പ്രോഫേസ്. ഓക്കെ, പ്രോഫേസ്. അടുത്തത്. The plane of alignment of the chromosome at metaphase is referred to as. Okay, ക്രോമസോമുകൾ മെറ്റാഫേസിൽ അലൈൻ ചെയ്തിരിക്കുന്ന പ്ലെയിനിനെ നമ്മൾ എന്ത് വിളിക്കും? നമുക്ക് എല്ലാവർക്കും കണ്ണും പൂട്ടി ആൻസർ പറയാൻ പറ്റും. മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ? മെറ്റാഫേസ് പ്ലേറ്റ്. അടുത്തത്. ദ കീ ഫീച്ചർ ഓഫ് മെറ്റാഫേസ് ആർ. മെറ്റാഫേസിന്റെ കീ ഫീച്ചർ എന്താണ്? നോക്കിയേ. സ്പിൻഡിൽ ഫൈബർ അറ്റാച്ചസ് ടു കൈനറ്റോകോർ ഓഫ് ക്രോമസോം. ശരിയാണ്. Chromosomes are moved to spindle equator and get aligned along the metaphase plate. ശരിയാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ തെറ്റ്. കാരണം ഇത് നടക്കുന്നത് എവിടെ? അനാഫേസിലാണ്, മെറ്റാഫേസിലല്ല. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നത് അനാഫേസിലാണ്. അപ്പോൾ ഇവിടെ ശരി ഏതൊക്കെയാ? കീ ഫീച്ചർ ഓഫ് മെറ്റാഫേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? എയും ബിയും. അപ്പോൾ ബോത്ത് 1 and 2 ആണ് ആൻസർ. ബോത്ത് 1 and 2. അടുത്ത ചോദ്യം. അനാഫേസ് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. അനാഫേസ് സ്റ്റേജിനെ നിങ്ങൾക്ക് എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാം? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്. ശരിയാണ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ക്രൊമാറ്റിഡ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ. ശരിയാണ്. ലേറ്റ് അനാഫേസിൽ, ഏർലി അനാഫേസിൽ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ലേറ്റ് അനാഫേസിലാണെങ്കിൽ ക്രൊമാറ്റിഡ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോളുകളിലേക്ക് ക്രൊമാറ്റിഡ് മൂവ് ചെയ്യുന്നു. ന്യൂക്ലിയോലസ്, ഗോൾജി ബോഡീസ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോം. തെറ്റ്. കാരണം ഇത് നടക്കുന്നത് എവിടെ? ടീലോഫേസിലാണ്. ഇത് ഡിസപ്പിയർ ആവുന്നത് പ്രോഫേസിലും റീഅപ്പിയർ അല്ലെങ്കിൽ റീഫോം ചെയ്യുന്നത് ടീലോഫേസിലുമാണ്. അപ്പോൾ എയും ബിയും ആണ് ശരി. ഇവിടെ ആൻസർ ബോത്ത് 1 and 2 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ടീലോഫേസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ടീലോഫേസിനെ നിങ്ങൾക്ക് എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാം? നോക്ക്. ക്രോമസോം ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ്
poles and their identity is lost as discrete elements. ശരിയാണ്. ഓപ്പോസിറ്റ് പോളുകളിലെത്തിയ ക്രോമസോം ക്ലസ്റ്ററുകൾക്ക് അവരുടെ ഡിസ്ക്രീറ്റ് ഐഡന്റിറ്റി നഷ്ടപ്പെടുകയും അവർ ക്രോമാറ്റിൻ റെറ്റിക്കുലമായി മാറാൻ തുടങ്ങുകയും ചെയ്യും. ശരിയാണത്. ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾസ് അലോങ് ദ ക്രോമസോം ക്ലസ്റ്റേഴ്സ്. അതും ശരിയാണ്. ന്യൂക്ലിയർ എൻവലപ്പ് അതിൻ്റെ ചുറ്റും ഉണ്ടായി വരും. അടുത്തത് ന്യൂക്ലിയോലസ് ഗോൾജി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോം. ശരിയാണ്. ഇതെല്ലാം ടീലോഫേസ് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏത് വരും ആൻസർ? ഓൾ ഓഫ് ദ എബവ് വരും. ഓൾ ഓഫ് ദ എബവ്. ദെൻ റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിക്കുക, അതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറയുക. നോക്ക്. In an animal cell, cytokinesis is achieved by appearance of a furrow in the plasma membrane. ശരിയാണ്. ഇൻകറക്റ്റ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതല്ല ഓപ്ഷൻ. അനിമൽ സെല്ലിനകത്ത് സൈറ്റോകൈനസിസ് നടക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ഫറോ ഫോം ചെയ്തുകൊണ്ടാണ്. ശരിയാണ്. പ്ലാസ്മ മെംബ്രെയിൻ ദാ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനകത്താണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ചെറിയ ഫറോ ഫോം ചെയ്യും. ഇങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്. ശരി തന്നെ. The furrow formation starts at the center of the cell and grows outward to meet the existing lateral walls. തെറ്റ്. നടുക്കല്ല ഫറോ ഫോം ചെയ്യുന്നത്. ഫറോ ഫോംഡ് ഇൻ ദ ഔട്ടർ പാർട്ട് ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ് ടു സെൻറ്റർ. കാരണം അപ്പം നമ്മൾ പറയും സെൻട്രിപീറ്റൽ ആണെന്ന് പറയും. ഇവിടെ ഫോർമേഷൻ സെൻട്രിപീറ്റൽ ആണെന്ന് പറയും. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വായിച്ചു നോക്കാം. സെൽ പ്ലേറ്റ് റെപ്രസെന്റ് ദ മിഡിൽ ലാമെല്ല ബിറ്റ്വീൻ വാൾസ് ഓഫ് ദ ടു അഡ്ജസെന്റ് പ്ലാന്റ് സെൽ. ശരിയാണ്. മിഡിൽ ലാമെല്ല നാളെ സെൽ പ്ലേറ്റ് നാളെ എന്തായിട്ട് മാറും? മിഡിൽ ലാമെല്ലയായിട്ട് മാറും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ഇതാ ഡ്യൂറിങ് സൈറ്റോകൈനസിസ് ഓർഗനലിലെ ലൈക്ക് മൈറ്റോകോൺട്രിയ പ്ലാസ്റ്റിഡ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ടു ഡോട്ടർ സെൽ. അത് നമ്മൾ പഠിച്ചതാണ്. ഡോട്ടർ സെല്ലുകൾക്കിടയിൽ മൈറ്റോകോൺട്രിയ പ്ലാസ്റ്റിഡുകൾ പോലുള്ള സെൽ ഓർഗനലിലെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും സെൽ ഡിവിഷൻ്റെ സമയത്ത്. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ തെറ്റെന്താണ്? അനിമൽ സെല്ലിൽ ഫറോ ഫോർമേഷൻ നടക്കുന്ന ഒരിക്കലും സെൻട്രൽ നിന്ന് പെരിഫറിയിലേക്കല്ല, പെരിഫറിയിൽ നിന്ന് സെൻട്രലിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെൻട്രിപീറ്റൽ ഫാഷനിലാണ് പ്ലാസ്മ മെംബ്രെയിൻ ഡിവിഷൻ എവിടെ അല്ലെങ്കിൽ സൈറ്റോകൈനസിസ് എവിടെ നടക്കുന്നത്? അനിമൽ സെല്ലിൽ നടക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ഇൻ വിച്ച് ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ഇക്വേറ്റർ ഓഫ് ദ സ്പിൻഡിൽ. സ്പിൻഡിൽ ഇക്വേറ്ററിൽ ക്രോമസോമുകൾ അലൈൻഡ് ആവുന്ന, പ്ലേസ് ആവുന്ന സ്റ്റേജ് ഏതാണ്? മെറ്റാഫേസ് ആണ് അല്ലേ. മെറ്റാഫേസ് അത് ഏതിൻ്റെ ആയാലും, ഇപ്പം മിയോസിസിൻ്റെ ആയാലും മെറ്റാഫേസ് 1 ആയാലും 2 ആയാലും മൈറ്റോസിസിൻ്റെ മെറ്റാഫേസ് ആയാലും എവിടെയായാലും ക്രോമസോമുകൾ അതിൻ്റെ സ്പിൻഡിൽ ഇക്വേറ്ററിൽ എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. ശരിയല്ലേ. അടുത്തത്. വിച്ച് ഓഫ് ദ ഫേസ് ഓഫ് മൈറ്റോസിസ് ഈസ് ദ ലോങ്സ്റ്റ്? മൈറ്റോസിസിലെ ഏത് ഫേസ് ആണ് ഏറ്റവും ലോങ്സ്റ്റ്? അതായത് പ്രോഫേസും മെറ്റാഫേസും അനാഫേസും ടീലോഫേസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും ലോങ്സ്റ്റ്? പ്രോഫേസ്. പ്രോഫേസ് ഈസ് ദ ലോങ്സ്റ്റ് ഫേസ്. അടുത്തത്. വിച്ച് സ്റ്റേജസ് ഓഫ് സെൽ ഡിവിഷൻ do the following figures A and B represent respectively? ഇതാണ് എ ഫിഗർ. നോക്ക്, ഇതാണ് എ ഫിഗർ, ഇതാണ് ബി ഫിഗർ. അപ്പോൾ എ ഫിഗറും ബി ഫിഗറും എന്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ നമുക്ക് എല്ലാവർക്കും അറിയാം അനാഫേസ്. അനാഫേസിൽ തന്നെ ലേറ്റ് അനാഫേസോ ഏർലി അനാഫേസോ? ഏർലി അനാഫേസിൽ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യത്തല്ലേ ഉള്ളൂ. ക്രൊമാറ്റിഡുകൾ ഓപ്പോസിറ്റ് പോളുകളിലേക്ക് പോകുന്നത് ഏത് ഫേസിലായിരിക്കും? ലേറ്റ് അനാഫേസിലായിരിക്കും. ലേറ്റ് അനാഫേസ്. എന്നാൽ ബിക്കകത്താണെങ്കിൽ നിങ്ങൾ നോക്കിയേ, സെൻട്രിയോളുകൾ ഓപ്പോസിറ്റ് പോളുകളിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമുകളായിട്ട് മാറുന്നു. പ്രോഫേസ്. അപ്പോൾ എ എന്ന് പറയുന്നത് ലേറ്റ് അനാഫേസും ബി എന്ന് പറയുന്നത് പ്രോഫേസ്. ലേറ്റ് അനാഫേസ് ആൻഡ് പ്രോഫേസ്. ലേറ്റ് അനാഫേസ് ആൻഡ് പ്രോഫേസ്. അടുത്തത്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു മൈറ്റോസിസ്. മൈറ്റോസിസുമായി ബന്ധപ്പെട്ട് ശരിയായ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ. ഗോൾജി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ സ്റ്റിൽ വിസിബിൾ അറ്റ് ദ എൻഡ് ഓഫ് പ്രോഫേസ്. തെറ്റ്. പ്രോഫേസിൻ്റെ എൻഡിൽ നമുക്ക് ഗോൾജി അപ്പാരറ്റസിനെ അതേപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കാണാൻ പറ്റത്തില്ല, കാരണം അവർ ഡിസപ്പിയർ ആവും. ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ബട്ട് റിമെയിൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെൽ ഇൻ അനാഫേസ്. നമുക്ക് ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്ത് സെൻറ്റർ ഓഫ് ദ സെല്ലിലാണോ ഇരിക്കുന്നത്? അല്ല, അനാഫേസിൽ അങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ അതും തെറ്റാണ്. അടുത്തത്. കാരണം അവർ ഓപ്പോസിറ്റ് പോളുകളിലേക്ക് മൂവ് ചെയ്യുക, അങ്ങനെ പറയണമായിരുന്നു. അടുത്തത്. ക്രോമസോം മൂവ്സ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ ആൻഡ് ഗെറ്റ് അലൈൻഡ് അലോങ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ് ഇൻ മെറ്റാഫേസ്. അത് ശരിയാണ്. മെറ്റാഫേസിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ക്രോമസോമുകളെല്ലാം അലൈൻഡ് ആയി നിൽക്കും. അത് ശരി തന്നെ. ക്രൊമാറ്റിഡ് സ്റ്റാർട്ട് മൂവിങ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് പോൾ ഇൻ ടീലോഫേസ്. തെറ്റ്. ടീലോഫേസിലല്ല നടക്കുന്നത്, ഓപ്പോസിറ്റ് പോളുകളിലേക്ക് മൂവ് ചെയ്യുന്നത് അനാഫേസിലാണ് അല്ലേ. അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്തത്. വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ടീലോഫേസ്. താഴെ പറയുന്നതിൽ ഏതാണ് ടീലോഫേസിൻ്റെ സവിശേഷത അല്ലാത്തത്? എന്താണ് ടീലോഫേസിൻ്റെ സവിശേഷത അല്ലാത്തത്? നോക്ക്. ക്രൊമാറ്റിൻ കണ്ടൻസസ് ടു ഫോം ക്രോമസോം.
ടീലോഫേസിലല്ല. ക്രൊമാറ്റിൻ ക്രോമസോമായിട്ട് മാറുന്നത് പ്രോഫേസിലാണ്. ക്രൊമാറ്റിൻ ക്രോമസോമായിട്ട് മാറുന്നത് ഏത് ഫേസിലാണ്? പ്രോഫേസിലാണ്. ന്യൂക്ലിയോലസ് ഗോൾജി കോംപ്ലക്സ് ആൻഡ് ER റീഫോം. അത് ശരി തന്നെ അല്ലേ? അടുത്തത് ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾ അറൗണ്ട് ദ ക്രോമസോം ക്ലസ്റ്റേഴ്സ്. ശരിയാണ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്. ശരിയാണ്. സോറി, തെറ്റ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ടീലോഫേസ് അല്ല, പകരം ഇത് എന്താണ്? അനാഫേസ് ആണ്. അടുത്തത് ക്രോമസോം ക്ലസ്റ്റർ ആൻഡ് ദെയർ ഐഡന്റിറ്റി ഈസ് ലോസ്റ്റ്. ശരിയാണ്. അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. അതായത് ബിയും സിയും ഇയും ശരിയാണ്. പക്ഷെ ശരി കണ്ടുപിടിക്കാനാണോ നമ്മളോട് പറഞ്ഞേക്കുന്നത്? അല്ല. വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ടീലോഫേസ് എന്ന. അപ്പോൾ ഏതൊക്കെയാ? പ്രോഫേസിൻ്റെ അനാഫേസിൻ്റെ ക്യാരക്ടർ എയും ഡിയും, അതായത് 1ഉം 4ഉം. ഓക്കെ, 1 and 4. ബി ആണ് ആൻസർ. അടുത്തത് എ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ഈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൽ ഒരു മൈറ്റോസിൻ്റെ സ്റ്റേജ് തന്നിട്ടുണ്ട്. വിച്ച് സ്റ്റേജ് ഈസ് ഇറ്റ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്? ഇത് ഏതാണ് ഈ സ്റ്റേജ്? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയും സാർ അത് മെറ്റാഫേസ് ആണ് അല്ലേ? ക്രോമസോമുകൾ സ്പിൻഡിൽ ഇക്വേറ്ററിൽ നിൽക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾ പറയും അത് മെറ്റാഫേസ് ആണ്. മെറ്റാഫേസിൻ്റെ ക്യാരക്ടർ എന്താ എഴുതിയിരിക്കുന്നത്? ആദ്യം മെറ്റാഫേസാണ്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു കൈനറ്റോകോർ, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്. തെറ്റ്. സെൻട്രോമിയർ ഒന്നും ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആവത്തില്ല, മെറ്റാഫേസ് വെച്ച് സ്പ്ലിറ്റ് ആവത്തില്ല. അതൊക്കെ അനാഫേസിൽ വെച്ചാണ്. മെറ്റാഫേസ് ക്രോമസോം മൂവ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ ക്രോമസോം മേഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്. അതാണ് ശരി. ഒരു ക്രോമസോമിന് 2 സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ കാണും. അടുത്തത് എ ബാക്ടീരിയ ഡിവൈഡ്സ് ഇൻ എവറി 1 minute. ഓരോ മിനിറ്റിലും ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നു. എ കപ്പ് ഈസ് ഫിൽഡ് ഇൻ 1 hour ടൈം. 1 മണിക്കൂർ കൊണ്ട് ഒരു കപ്പ് നിറച്ച് ബാക്ടീരിയ ആവുന്നു. ദെൻ ദ ടൈം ടേക്കൺ ടു ഫിൽ 1/4 ഓഫ് ദ കപ്പ്. മകളെ, ഒരു കപ്പ് ഇതാണെന്ന് കരുതുക. ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് 2 ആവും, 2 4 ആവും, 4 8 ആവും, 5000 10,000 ആവും, 10,000 20,000 ആവും. അങ്ങനെയല്ലേ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത്? കാര്യം ബാക്ടീരിയ ഡിവിഷൻ ബൈനറി ഫിഷനാണ്. ഉള്ളത് എത്രയോ അതിൻ്റെ ഇരട്ടിയായിട്ട് മാറും. അതായത് 1 മിനിറ്റ് കൊണ്ട് ഈ കപ്പ് നിറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതായത് 60 സെക്കൻഡ് കൊണ്ട് ഈ കപ്പ് നിറഞ്ഞു. ഓരോ സെക്കൻഡ് ദ ബാക്ടീരിയ ഡിവൈഡ് ഇൻ എവറി 1 minute. 1 മിനിറ്റ് കൊണ്ട് ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഈ കപ്പ് നിറഞ്ഞു. അതായത് 60 മിനിറ്റ് കൊണ്ട് ഈ കപ്പ് നിറഞ്ഞു. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ പകുതി നിറയാൻ എത്ര സമയം എടുത്തു കാണും? പകുതി നിറയാൻ ഒരിക്കലും 30 മിനിറ്റ് എന്ന് പറയരുത്. എന്താ കാരണം? മകളെ, പകുതി നിറഞ്ഞ് 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഫുള്ള് നിറയും. എന്താ കാര്യം? പകുതിയുടെ ഇരട്ടി അല്ലേ ഫുള്ള്. പകുതി നിറഞ്ഞു. ഇനി ഈ പകുതിയിൽ ഇപ്പോൾ ഒരു 5000 ബാക്ടീരിയ ഉണ്ടെന്നിരിക്കട്ടെ. ഈ പകുതി നിറയാൻ ഒരു 5000 ബാക്ടീരിയ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അപ്പോഴാണ് ഇപ്പോൾ കപ്പിൻ്റെ പകുതി നിറഞ്ഞത്. അടുത്ത 1 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ 5000 ഇരട്ടിയാവും, 10,000 ആവും. അപ്പോഴാണ് ഇത് നിറഞ്ഞത്. സാറ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മകളെ, കപ്പിൻ്റെ പകുതി നിറയാനെടുത്ത സമയമാണ് നമ്മൾ കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പിൻ്റെ പകുതി നിറയാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ കപ്പിൻ്റെ പകുതിയിൽ ഒരു 5000 ബാക്ടീരിയ ഉണ്ടെന്ന് കരുതുക. 5000 ബാക്ടീരിയ ഉണ്ടെന്ന് കരുതുക. 1 മിനിറ്റ് കഴിയുമ്പോൾ ബാക്ടീരിയകളെല്ലാം ഒരു തവണ ഡിവൈഡ് ചെയ്യുമെന്ന് അവർ ആദ്യം തന്നെ പറയുന്നുണ്ട്. ബാക്ടീരിയ ഡിവൈഡ് ഇൻ എവറി 1 minute എന്ന് പറയുമ്പോൾ 5000 ബാക്ടീരിയയ്ക്ക് 10,000 ആവാൻ 1 മിനിറ്റ് മതി. അതായത് ഇതിൻ്റെ പകുതി നിറയാൻ ശരിക്കും 59 മിനിറ്റ് മതിയായിരുന്നു. 60ാമത്തെ മിനിറ്റിനാണ് ഫുള്ള് നിറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി നിറയാനോ? അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പകുതിയുടെ പകുതി 1/4 ആണ് അല്ലേ? പകുതിയുടെ പകുതി, അതായത് ഇത്രയും നിറയാൻ എത്ര സമയം എടുത്തു കാണും? 59ൽ നിന്ന് വീണ്ടും 1 മിനിറ്റ് കുറയ്ക്കണം. അതായത് വീണ്ടും ഇതിൻ്റെ ഇരട്ടിയല്ലേ പകുതി. അപ്പോൾ ഇത്രയും നിറയാൻ 58 മിനിറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. കാര്യം പറഞ്ഞത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഫുള്ള് നിറയാൻ 1 മിനിറ്റ് എടുത്തെങ്കിൽ അതിൻ്റെ പകുതിയാവാൻ 1 മിനിറ്റ് കുറയ്ക്കണം അതിൽ നിന്ന്. കാര്യം 1 മിനിറ്റ് കൊണ്ട് ഇരട്ടിയാവും, ബാക്ടീരിയയുടെ എണ്ണം ഇരട്ടിയാവും. അപ്പോൾ കപ്പ് പകുതി ഫില്ലാവാൻ 59 മിനിറ്റ്. ആ പകുതിയുടെ പകുതിയാണ് 1/4. അപ്പോൾ എന്താ? 58 മിനിറ്റ്. അപ്പോൾ 58 മിനിറ്റാണ് ഇവിടുത്തെ ആൻസർ. 58 മിനിറ്റ്സ്. പെട്ടെന്ന് കയറി നിങ്ങൾ 30 മിനിറ്റ് എന്നൊന്നും എഴുതി കളയരുത്. ഓക്കെ, അടുത്തത് സ്പിൻഡിൽ ഫൈബേഴ്സ് എറൈസസ് ഫ്രം. സ്പിൻഡിൽ ഫൈബർ എവിടെ നിന്നാണ് എറൈസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സെൻട്രിയോൾ. സ്പിൻഡിൽ ഫൈബറുകൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? സെൻട്രിയോൾസിൽ നിന്നാണ്. അടുത്തത് സിൻസീഷ്യം ഈസ്. എന്താണ് സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു നമ്മൾ പഠിച്ചേ? എ സിംഗിൾ സെൽ വിത്ത് മോർ ദാൻ 1 ന്യൂക്ലിയൈ അല്ലേ? അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദ കാരിയോകൈനേസിസ് ഈസ് ഡു നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനേസിസ്. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഒരു സെല്ലിൽ ഒന്നിലധികം ന്യൂക്ലിയസുകൾ ഉണ്ടാവും. ആ ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻസീഷ്യം. എ സിംഗിൾ സെൽ വിത്ത് മോർ ദാൻ 1 ന്യൂക്ലിയസ് ഈസ് കോൾഡ് സിൻസീഷ്യം. അടുത്തത്
വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്? എന്താണ് മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ്? ഗ്രോത്ത്, റീപ്ലേസ്മെൻറ്റ്, റിപ്പയർ എല്ലാം വരും അല്ലേ മക്കളെ? ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട് മൈറ്റോസിസ്, റീപ്ലേസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്, റിപ്പയറിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏതാ ആൻസർ? ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. അടുത്തത്, ദ സ്ട്രക്ചർ ഓഫ് ക്രോമസോംസ് ക്യാൻ ബി ബെസ്റ്റ് സീൻ അറ്റ്. ഷേപ്പ് ഓഫ് ദ ക്രോമസോം അല്ല ചോദിച്ചിരിക്കുന്ന, സ്ട്രക്ചർ അല്ലെങ്കിൽ മോർഫോളജി. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ മോർഫോളജിയൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സ്റ്റേജ് ഏതാ? ദാറ്റ് ഈസ് മെറ്റാഫേസ് ആണ്. ഏതാണ്? മെറ്റാഫേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈറ്റോകൈനേസിസ് ഈസ് ദ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, ഡിവിഷൻ ഓഫ് ക്രോമസോം, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, നൺ ഓഫ് ദ എബോ. ഏതാ മക്കളെ? ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ഈസ് കോൾഡ് സൈറ്റോകൈനേസിസ്. അടുത്ത, സിൻസീഷ്യം ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇഫ്. നേരത്തെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? സിൻസീഷ്യം ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? കാരിയോകൈനേസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനേസിസ്. ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞ് സെല്ല് ഡിവൈഡ് ചെയ്തില്ലെങ്കിലാണ് സെല്ലിൽ ഒന്നിലധികം ന്യൂക്ലിയസ് വരുന്നത്. അപ്പോൾ കാരിയോകൈനേസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനേസിസ്. അടുത്തത്, സ്റ്റേജസ് ഇൻ പ്രോപ്പർ സീക്വൻസ് ഇൻ പ്രോഫേസ് ഫസ്റ്റ്. പ്രോഫേസ് ഫസ്റ്റിലെ സ്റ്റേജുകളുടെ പ്രോപ്പർ സീക്വൻസ് എന്തോ മക്കളെ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനേസിസ്. ഏതൊക്കെയാ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനേസിസ്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനേസിസ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മിയോട്ടിക് സെൽ ഡിവിഷൻ ഈസ് ഓൾസോ ടേംഡ് ആസ് റിഡക്ഷൻ ഡിവിഷൻ ബിക്കോസ് ഓഫ്. മിയോട്ടിക് സെൽ ഡിവിഷനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ട്? ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗമീറ്റ്, ഡബിളിംഗ് ഓഫ് ക്രോമസോം, എലിമിനേഷൻ ഓഫ് ക്രോമസോം, നമ്പർ ഓഫ് ക്രോമസോം ബിക്കം ഹാഫ്ഡ്. ഏതാ മക്കളെ ശരി? നമ്പർ ഓഫ് ക്രോമസോം ബിക്കം ഹാഫ്ഡ്. ക്രോമസോമിൻ്റെ നമ്പർ പകുതിയായിട്ട് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ മിയോസിസിനെ എന്തെന്നറിയപ്പെടുന്നത്? റിഡക്ഷൻ ഡിവിഷൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, the characteristic bouquet formation occurs at which substage of meiosis? പഠിച്ചല്ലേ നമ്മൾ? ഏതാ? ലെപ്റ്റോട്ടീൻ. അപ്പുറത്താണെങ്കിൽ പ്രോഫേസിസ് പൈറീൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചായിരുന്നു. അതേപോലെ മിയോസിസ് വരുന്ന സമയത്ത് ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ വെച്ച് ബൊക്കെ സ്റ്റേജ് എന്ന് പറയുന്ന ബൊക്കെ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അടുത്തത്, ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഇൻ. ക്രോസിംഗ് ഓവർ എവിടെ വെച്ചാൽ നടക്കുന്നത്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, പ്രോഫേസ് 1. കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രോഫേസ് എന്ന് മാത്രമല്ല, പ്രോഫേസ് 1. മിയോസിസ് ഫസ്റ്റിൻ്റെ പ്രോഫേസ് ഫസ്റ്റിലെ പാക്കറ്റീൻ സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ പ്രോഫേസ് ഫസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രോഫേസ് ഫസ്റ്റിലെ ഏത് സബ്സ്റ്റേജാ? പാക്കറ്റീൻ സബ്സ്റ്റേജ്. അടുത്തത്, എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഈസ്. എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഈസ് കോൾഡ് ക്രോസിംഗ് ഓവർ. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അടുത്തത്, ടെർമിനലൈസേഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ്. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഡിപ്ലോട്ടീനി വെച്ച് കയാസ്മേറ്റ ഫോം ചെയ്യും. എന്നാൽ അത് ടെർമിനലൈസ് ചെയ്യുന്നത് ഡയാകൈനേസിസിൽ വെച്ച്. ശരിയല്ലേ മക്കളെ? ഡയാകൈനേസിസിൽ വെച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ടെട്രാഡ് ഈസ് മേഡപ്പ് ഓഫ് 4 homologous chromosome with 4 chromatids. തെറ്റ്. 2 homologous chromosome each with 2 chromatids. ശരിയാണ്. 4 non homologous chromatids. തെറ്റ്. 4 non homologous chromosome. തെറ്റ്. ഏതാ ശരി? 2 homologous chromosome each with 2 chromatids. അങ്ങനെ ടോട്ടൽ 4 ക്രോമാറ്റിഡുകൾ കാണും. 2 ക്രോമസോമിലും കൂടെ ആയിട്ട് 4 ക്രോമാറ്റിഡുകൾ കാണും. അടുത്തത്, സെലക്ട് ദ കറക്റ്റ് മാച്ചസ്. ഓക്കെ, എസ് ഫേസ് DNA റെപ്ലിക്കേഷൻ ശരിയാണ്. സൈഗോട്ടീൻ സിനാപ്സിസ് ശരിയാണ്. ഡിപ്ലോട്ടീൻ ക്രോസിംഗ് ഓവർ തെറ്റ് അല്ലേ. മിയോസിസ് ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽ തെറ്റ്. മിയോസിസ് എപ്പോഴും ഡിപ്ലോയിഡ് സെല്ലുകൾക്കേ നടക്കുകയുള്ളൂ. ഇനി ഗ്യാപ്പ് 2 ഫേസ് ക്വിസെൻ്റ് സ്റ്റേജ് തെറ്റ്. ഏതൊക്കെയാണ് ശരി? അപ്പോൾ എയും ബിയുമാണ് ശരി. എയും ബിയുമാണ് കറക്റ്റ് മാച്ചസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോഫേസ് ഫസ്റ്റ്. താഴെ പറയുന്നതിൽ ഏതാണ് പ്രോഫേസ് ഫസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? പ്രോഫേസ് ഫസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാ? സിനാപ്സിസ്, സെഗ്രിഗേഷൻ, ക്രോസിംഗ് ഓവർ, കയാസ്മേറ്റ ഫോർമേഷൻ. സെഗ്രിഗേഷൻ. ബാക്കി സിനാപ്സിസ് അല്ലേ? ഹോമോലോഗസ് ക്രോമസോം അടുത്തടുത്ത് വരുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സിനാപ്സിസ്. അതുകൊണ്ട് ക്രോസിംഗ് ഓവർ പ്രോഫേസിൽ നടക്കുന്ന, പ്രോഫേസ് ഫസ്റ്റിൽ നടക്കുന്നുണ്ട്, കയാസ്മേറ്റ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഏതാ നടക്കാത്ത? സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ നടക്കുന്നത് അനാഫേസിലാണ്. അനാഫേസ് ഫസ്റ്റിലാണ് സെഗ്രിഗേഷൻ നടക്കുന്നത്. അടുത്ത ചോദ്യം, ദ എൻസൈം റീകോംബിനേസ് ഈസ് റിക്വയർഡ് അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് മിയോസിസ്? മിയോസിസിൻ്റെ ഏത് സ്റ്റേജിലാണ് നമുക്ക് റീകോംബിനേസ് എന്ന് പറയുന്ന എൻസൈം വേണ്ടത്? എന്തിനാണ് ഈ റീകോംബിനേസ് ഹെൽപ്പ് ചെയ്യുന്നത്? ക്രോസിംഗ് ഓവറിനാണ് അല്ലേ. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ് ഏതാ? പാക്കറ്റീൻ ആണ്. ശരിയല്ലേ?
അപ്പോൾ പാക്കറ്റീനിലാണ് നമുക്ക് റീകോമ്പിനേസിൻ്റെ ആക്ടിവിറ്റി വേണ്ടത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് പാക്കറ്റീൻ സ്റ്റേജ് ഓഫ് മിയോസിസ്? താഴെ പറയുന്ന ഏതാണ് പാക്കറ്റീൻ സ്റ്റേജ് ഓഫ് മിയോസിസിൽ നടക്കുന്നത്? ഓക്കെ, അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ ശരിയാണ്. ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് തെറ്റ്, സൈഗോട്ടീനിലാണ്. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് തെറ്റ്, അതെവിടെയാണ്? ഡിപ്ലോട്ടീനിലാണ്. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ അതെവിടെയാണ് നടക്കുന്നത്? ഡയാകൈനേസിലാണ്. അപ്പോൾ ഏതാ ശരി? അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ്. അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് മിയോസിസ് ഇൻ കറക്റ്റ് സീക്വൻസ്. താഴെ പറയുന്ന മിയോസിസിൻ്റെ ഇവൻറ്റുകളെ കറക്റ്റ് സീക്വൻസിലാക്കുക. ഓക്കെ, ആദ്യം നടക്കുന്നത് ഏതാണ്? അങ്ങനെ. ഓക്കെ, അപ്പോൾ ആദ്യം സിനാപ്സിസ് ശരിയല്ലേ മക്കളെ? ആദ്യം സിനാപ്സ്, അപ്പോൾ ഏത് വരും? ആദ്യം ബി. ഓക്കെ, അടുത്തത് സിനാപ്സ് കഴിഞ്ഞു, അടുത്ത ഏതാണ്? സിനാപ്സ് കഴിഞ്ഞാൽ അടുത്ത ക്രോസിംഗ് ഓവർ. അപ്പോൾ ക്രോസിംഗ് ഓവർ എ, ബി കഴിഞ്ഞ് എ. അടുത്തത് കയാസ്മേറ്റ ഫോർമേഷൻ. ഓക്കെ, കയാസ്മേറ്റ ഫോർമേഷൻ എത്രാമതാ? സി. അത് കഴിഞ്ഞ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ, അപ്പോൾ ഏതാണ്? ഡി. അപ്പോൾ ബി എ സി ഡി ഇതാണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ബൈവാലൻ്റ് ഓഫ് മിയോസിസ് ഫസ്റ്റ് കൺസിസ്റ്റ് ഓഫ്. നേരത്തെ ചോദിച്ച അതേ ചോദ്യം, ടെട്രാഡെന്ന് ചോദിച്ചതിന് പകരം ഇവിടെ ബൈവാലൻ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. 4 chromatids and 2 centromeres, 2 chromatids and 1 centromere, 2 chromatids and 2 centromere, 4 chromatids and 4 centromere. ഏതാ മക്കളെ ശരി? 4 chromatids and 2 centromere ശരിയല്ലേ? 2 ക്രൊമാറ്റിഡുകൾ ഒരു സെൻട്രോമിയറിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ 2 ക്രോമസോം കാണും. അപ്പോൾ മൊത്തം 4 ക്രൊമാറ്റിഡും കാണും, 2 സെൻട്രോമിയറും കാണും. അതാണ് കറക്റ്റ്. ഇതാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്രോമസോം, അതാണ്ട് അതിന് ഒരു സെൻട്രോമിയറും 2 ക്രൊമാറ്റിഡും. ഇതുപോലെ ഒരെണ്ണവും കൂടെ കാണും ഒരു ബൈവാലൻറ്റിനകത്ത്. അപ്പോൾ അവിടെ 2 സെൻട്രോമിയറും കാണും, 4 ക്രൊമാറ്റിഡും കാണും. ഓക്കെ ആണ്.